ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ കുറേ കാലം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അതായത് ഞാൻ ഈ കൊല്ലം ഏപ്രിലിൽ കാശ്മീർ വിസിറ്റ് ചെയ്ത സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഇത് എന്തുകൊണ്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാർട്ട് 1 ഞാൻ ആക്ച്വലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തത്. നമ്മൾ ആക്ച്വലി 5 days 4 nights പാക്കേജ് എടുത്തിട്ട് പോയൊരു ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 ദിവസം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തു. ഡ്യൂ ടു സം റീസൺസ് എനിക്ക് ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഈ വീഡിയോസൊക്കെ ഞാൻ വേറൊരു ഇതിലോട്ട് മാറ്റി. പിന്നെ എനിക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ഇപ്പോൾ എന്താ ഈ വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ മുന്നത്തെ കാശ്മീർ വീഡിയോ കണ്ടിട്ട് കുറേ കമൻറ്റ്സ് എനിക്കതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ അതുപോലെ ഈ ഒരു ട്രിപ്പിന് വന്ന കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ബാക്കി പാർട്ട് 2 എവിടെ, നമ്മൾ കുറേ വെയിറ്റിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെ വായിച്ചപ്പം ഐ തോട്ട് എന്തായാലും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്നൊരു ഇഷ്യൂ ആക്കണ്ട, എന്തായാലും ഫുട്ടേജസ് ഞാൻ എടുത്തു വെച്ചതുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതെന്തായാലും നമുക്കൊരു മെമ്മറി ആയിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ പാർട്ട് 1 ഒന്ന് പോയി കാണുക. എന്നിട്ട് നിങ്ങൾ പാർട്ട് 2 കാണുകയാണെങ്കിൽ കുറച്ചുകൂടിയും കണക്ഷൻ കിട്ടും. കാരണം ഇത് ഞാൻ ഡേ 3 മുതലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ശ്രീനഗറിൽ ദ വാലി വ്യൂ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ 2 ദിവസം. അവിടെ നിന്ന് നമ്മൾ 3-ാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ ആ വാലി വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് നമ്മൾ പോകുന്നത് പെഹൽഗമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആദ്യം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ദി വേ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനഗർ ടു പെഹൽഗം 96 kilometers ആണ്. അതായത് 3 മണിക്കൂർ എടുക്കും. അപ്പോൾ ഓൺ ദി വേ നമ്മൾ ഒരുപാട് സ്പൈസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെത്പുര എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഇതേപോലെ സ്പൈസിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് അവർ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻ കേസ് വേണമെങ്കിൽ, അതായത് ഓതൻറ്റിക് ആയിട്ടുള്ള സാഫ്രൻ, റോസ് വാട്ടർ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് മേടിക്കാം. നമ്മൾ നാട്ടിൽ വയനാട് അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോകുമ്പോൾ സ്പൈസിൻ്റെയും അതുപോലെ ടീ ആൻഡ് കോഫി പൗഡേഴ്സൊക്കെ മേടിക്കില്ല. അതുപോലെ കാശ്മീർ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇവരുടെ സാഫ്രൻ, റോസ് വാട്ടർ, പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവരുടെ ഏറ്റവും ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറിയപ്പം ഇവിടെ ഉള്ള ഒരാൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് എങ്ങനെയാണ് ഓതൻറ്റിക് ആയിട്ടുള്ള സാഫ്രൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാം എന്നുള്ളൊരു ആ ഒരു ഡിഫറൻസിയേഷൻ പുള്ളിക്കാരൻ കാണിച്ചു തരാണ്. അപ്പം എല്ലാവർക്കും ഹാൻഡ്സ് ഓൺ ആയിട്ട് ഈ സാഫ്രൻ കയ്യിൽ തന്നു, അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. അത് നമ്മൾ നമ്മുടെ നാവിൽ വെക്കുമ്പം വരുന്ന ആ ഒരു കളർ ചേഞ്ച് എന്തായിരിക്കും, ഒറിജിനൽ ആണെങ്കിൽ, ഡ്യൂപ്ലി ആണെങ്കിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ സ്പൈസസിൻ്റെയൊക്കെ ഒരുപാട് വൈഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടുത്തെ സ്റ്റാഫ്സ് അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ആളുകൾ അവിടുന്ന് റോസ് വാട്ടറും പിന്നെ അതുപോലെ ഈ പറയുന്ന സാഫ്രണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാഫ്രോണിനെ കുറിച്ചൊന്നും കൂടുതൽ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിലിങ്ങും ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ ഈ പറയുന്ന ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരെല്ലാവരും ഭയങ്കര കൺവിൻസിങ് ആയി. ഈവൻ എൻ്റെ മമ്മയാണെങ്കിലും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ആപ്പിൾ ഫാമിലേക്കാണ്. സത്യം പറഞ്ഞാൽ ആപ്പിൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ ആണ്. നമ്മൾ റോങ് ടൈമിലാണ് അവിടെ എത്തിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ആപ്പിൾ ഫാം ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വിസിറ്റ് ചെയ്യുന്നത്. പപ്പയും അമ്മയും ഇങ്ങനെ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ആപ്പിൾസ് അവരിങ്ങനെ ഓർണമെൻറ്റ് പോലെ ഈ ആപ്പിൾ ട്രീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. ഈവൻ ദോ അവിടെ ആപ്പിൾ ഇല്ലെങ്കിലും അവർ ജസ്റ്റ് ഒരു ഓർണമെൻറ്റ് ബേസിസിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ആപ്പിൾ ഫാം വിസിറ്റ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ വരുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ ഒരുപാട് ആപ്പിൾ ഫാംസ് ഇതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കയറിയ ആപ്പിൾ ഫാം ഇതാണ്. എന്തായാലും നമുക്ക് റിയൽ ആയിട്ടുള്ള ആപ്പിൾ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതൊരു വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഈ ഒരു ഫാം ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇതതിൻ്റെ ഫ്ലവറാണ്. ഈ ഒരു ഫ്ലവർ ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ആ ഒരു ഓഗസ്റ്റ് ഒക്ടോബർ ടൈമൊക്കെ ആകുമ്പോഴേക്കും ആപ്പിൾ ഈ ഒരു സ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റും. കാശ്മീർ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ 2 സീസണും നമ്മൾ അത് എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമുക്ക് ഫ്ലവറാണ് കാണാൻ പറ്റിയെങ്കിൽ അടുത്ത തവണ വന്നിട്ട് നമ്മൾ ആപ്പിളും കൂടി കാണണം. അതാണ്. അപ്പോൾ 2 തവണ നമ്മൾ കാശ്മീർ വിസിറ്റ് ചെയ്യണം.
പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഈ ആപ്പിൾ ഫാം ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട്. ഇതിപ്പം ഞാനുണ്ട്, അക്കിയുണ്ട്, അതേപോലെ ഉഷാൻറ്റി ഉണ്ട്, അക്കിയുടെ അമ്മയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ടീമിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം ഇതേപോലെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന സംഭവമാണ്, പക്ഷേ ആ ഒരു വെതറിൽ ഇതിങ്ങനെ ഊതുമ്പം ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമാണ്. അമ്മയ്ക്ക് ആക്ച്വലി ഇത് കണ്ടപ്പം ഇതുപോലെ ഒന്ന് ഊതണം എന്നൊരു ആഗ്രഹം പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയണം. അപ്പോൾ എൻജോയ്മെൻറ്റ് ഏതൊരു ഏജിലും നമുക്ക് കുട്ടിയാവാം, വലിയൊരാൾക്ക് കുട്ടിയാവാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ വീഡിയോ ക്ലിപ്പിലായിട്ട് ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. കാശ്മീരിൽ പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഓയിൽ മസ്റ്റേർഡ് ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പൂവ് മസ്റ്റേർഡിൻ്റെ ഫ്ലവറാണ്. ഒരു ഷെയ്ഡ് ഓഫ് യെല്ലോയിൽ വരുന്നതാണ്. പിന്നെ ഒരു പാർട്ട് ഓഫ് ബിസിനസ് എന്നുള്ള രീതിയിൽ ഇവിടെ കുറച്ച് ആളുകൾ ഈ പറയുന്ന മൊയലിനെ അല്ലെങ്കിൽ കിളികളെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നമുക്ക് അതിനെ കയ്യിലൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ പെർ ഹെഡ് ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കയ്യിൽ തരും. അപ്പോൾ ഞാൻ ഈ കാണുന്ന മൊയലിനെ കുറച്ച് നേരം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒരു പേയ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ ഇതിനായിട്ട് അവിടെ ഈ ഒരു ഫാമിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളെല്ലാവരും ടീമായിട്ട് നമ്മൾ വന്ന ഹോൾ ടീം നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ, കാരണം ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗമാണിത്. ഞാനും ഈ ഫോട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗൈഡായ മുസ്താഖാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ വെതറും നല്ലതായിരുന്നു. നല്ല വെയിൽ പോലെ തോന്നുന്നുണ്ടെങ്കിലും നല്ലൊരു കൂളായിട്ടുള്ള ഒരു വെതറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ഒന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സാഫ്രോൺ ഫീൽഡ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റിയില്ല, കാരണം സീസൺ അല്ലായിരുന്നു. ഒക്ടോബർ ടു നവംബർ ആണ് സാഫ്രോണൊക്കെ നമുക്ക് ഉണ്ടായിട്ട് ഫീൽഡിൽ കാണാൻ പറ്റുന്ന സമയം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോർമേറ്റീവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റിയില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ 3 വാലീസ് ഉണ്ട് ഇവിടെ. അരു വാലി, ബേതാബ് വാലി, ചന്ദൻ വാലി എന്ന് പറയുന്ന 3 വാലീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ 3 വാലീസിന് പോണതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഓൺ ദി വേ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണല്ലേ. നമുക്കൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലത്തെ വ്യൂ നമ്മൾ കാണണ്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടൈം കൺസ്ട്രെയിൻ കാരണം നമുക്ക് അങ്ങനെ അവിടെ എവിടെയൊന്നും നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വിഷ്വലി ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് പീസ്ഫുള്ളായിട്ട് കീപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കാൻ ഇതിലും നല്ലൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. നേച്ചറിനോട് അത്രയും നമുക്ക് അടുത്ത് ആ ഒരു കോണ്ടാക്റ്റ് നമുക്ക് കിട്ടും. ഞാൻ വെറുതെ പറയല്ല. എനിക്ക് ഈവൻ ഇപ്പോൾ ഈ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഈ വീഡിയോസിലൂടെയൊക്കെ ഇങ്ങനെ പോയപ്പം ഞാൻ ആ പോയ സ്ഥലങ്ങൾ ഒന്നും കൂടി ഞാൻ റീവിസിറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന ഹോട്ടലിലോട്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വാട്ടർ ഫ്ലോയുടെ സൗണ്ട് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ ഹോട്ടലിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ബൊഫേ സിസ്റ്റമാണ്. എല്ലാവരും ഇതേ ഫുഡ് കഴിച്ച് എനർജറ്റിക് ആവാനുള്ള അല്ലെങ്കിൽ റെസ്റ്റിംഗ് പോയിൻ്റാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മുടെ ഹോട്ടലിൽ നിർത്തിയ ആ ഒരു സ്പോട്ടിൽ ഈ വിൻ്ററിൻ്റെ നമ്മുടെ കാശ്മീരി ഷോൾസൊക്കെ സെല് ചെയ്യാനായിട്ട് കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തിക്കായിട്ടുള്ള നല്ല വൂളൻ ഷോൾസൊക്കെ നമുക്ക് നല്ല ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ആ ഷോളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഇത് പെഹൽഗമിലോട്ടുള്ള വെൽക്കം ബോർഡാണ്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തു പെഹൽഗമിലോട്ട്. കംപ്ലീറ്റ് ഈ കാണുന്ന വാലിയിലൂടെ ആയിരിക്കും
ഇതൊരു ലോങ്ങസ്റ്റ് ഒരു റിവർ എന്ന് തന്നെ പറയാം. നമുക്ക് കാണുമ്പം തോന്നും അതത്ര ഒരു ഒഴുക്കിലല്ല പോകുന്നത്, ഭയങ്കര സ്ലോ ഫേസിലാണ് അത് പോകുന്നത് നമുക്ക് തോന്നും. പക്ഷേ വളരെ നല്ല ഹെവി ഫ്ലോയിലാണ് ഈ കാണുന്നതെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് റാഫ്റ്റിംഗ് പോയിൻറ്റ്സും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ റാഫ്റ്റിംഗ് നടക്കുന്നില്ല, ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. റാഫ്റ്റിങ്ങിന് പറ്റിയ ഒരു സ്പോട്ടാണ് ഇപ്പം ഇത്. നമ്മളിപ്പോൾ ബസ്സിലാണ് പോകുന്നതെങ്കിലും കുറച്ച് നേരം കഴിയുമ്പം, അതായത് പെഹൽഗം ടൗൺ എത്തുമ്പം നമ്മൾ ബസ് നിർത്തിയിട്ട് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിലായിരിക്കും. അതായത് ജീപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ 5 പേര് 6 പേര് കൂടിയിട്ടുള്ള ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുക. കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് വാലീസിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെഹൽഗം ടൗൺ. ഓരോരുത്തരും ഗ്രൂപ്പായി തിരിഞ്ഞിട്ടുണ്ട്. മമ്മയൊക്കെ വേറൊരു വണ്ടിയിൽ കയറി, കാരണം ഇവിടെ 5 പേര് ആളുകൾ കയറാൻ പറ്റുന്ന വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നു, കാരണം വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു പേർപ്പസിൽ. അപ്പം ഇത് പെഹൽഗം ടൗൺ ആണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കാമായിട്ടുള്ള ഒരു ടൗൺ ആണ്. വളരെ ഓൾഡ് ആയിട്ടുള്ള ടൗൺ ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പം കടകളാണെങ്കിലും ഒക്കെ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള രീതിയിലത്തെ കടകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഭയങ്കര ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ളതൊന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കൂടുതലായിട്ടും അവരുടേതായ ഈ സ്പൈസും അതുപോലെ ഹാൻഡ്ലൂം ഐറ്റംസും ഒക്കെയാണ് കൂടുതലും ഷോപ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ എടുക്കുന്ന വണ്ടികളൊക്കെ നമുക്ക് അവിടെ സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു വണ്ടിയിൽ 5 പേരാണ് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തിട്ടൊരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ആരു വാലിയിലോട്ടാണ്. പുള്ളിക്കാരനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ആരു വാലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത്. അപ്പം ബാക്കി വാലീസിലോട്ടൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അവിടെ എത്തിയിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി വാലീസ് കവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഓൺ ദി വേ നമുക്ക് പോകുമ്പം ഇതേപോലെ കുറേ കുതിരകൾ കാണാം, ഈ സ്ട്രീംസ് ഒഴുകുന്നത് നമുക്ക് കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് നമുക്ക് കാണാം. ഇപ്പം ഡിസംബർ ആ ഒരു റേഞ്ചൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ് മൂടി കിടക്കുന്ന, കംപ്ലീറ്റ്ലി മഞ്ഞ് മൂടി കിടക്കുന്ന മൗണ്ടൻസ് ഒക്കെ കാണണമെങ്കിൽ അത്യാവശ്യം നമ്മൾ നല്ലപോലെ നടന്ന് ഈ കാണുന്ന മൗണ്ടൻസിന് അങ്ങോട്ടേക്ക് തന്നെ എത്തണം. അപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ വാലീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. കാരണം ഒരുപാട് നമുക്ക് നടന്നേ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ, വണ്ടി പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആരു വാലിലോട്ട് എത്തി. അപ്പോൾ ഓൺ ദി വേ നമുക്ക് ഇതുപോലെ കുറേ സ്റ്റോറുകൾ കാണാം. ഇതെല്ലാം അവരുടെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസും പിന്നെ ഹാൻഡ്ലൂം ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ വിൽക്കുന്നതാണ്. അപ്പോൾ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ വിൻ്റർ ക്ലോത്ത്സ് ആണ്. നമ്മുടെ നാട്ടിലോട്ട് നമുക്ക് അത് മേടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ കാശ്മീർ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെമ്മറിക്ക് വേണ്ടി മേടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തുനിന്ന് മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം അമ്മയ്ക്കൊക്കെ നടന്നിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടായി, കാരണം കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു ആ ഒരു സ്പോട്ടിൽ. പക്ഷെ പുള്ളിക്കാരി ആ ഷോളൊക്കെ ചുറ്റി ആ ഒരു സ്പിരിറ്റിൽ അങ്ങോട്ട് നീട്ടി നടന്നു. എല്ലാവരും പല വണ്ടിയിൽ വന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സെപ്പറേറ്റഡ് ആയിപ്പോയി. പലരും പല സ്ഥലത്താണുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ എന്താ പറയുക തിരിച്ച് നമ്മുടെ ആ വണ്ടിയുടെ അവിടെ എത്തണം, അങ്ങനെ ഒരു കണ്ടീഷനാണ്. ഇപ്പം താഴത്തോട്ട് ഞാൻ പപ്പ മമ്മ മാമി എൻ്റെ ഒരു കസിൻ, അപ്പം നമ്മളെല്ലാവരും ഒന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ചില മഞ്ഞ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ബാക്കിയെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണ്. ചെന്ന സ്ഥിതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ത്രെഡ് വർക്കൊക്കെ വരുന്ന ഒരു സൽവാർ എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു മമ്മയും പപ്പയും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ്, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ എവിടെയോ പോയപ്പോൾ ഇട്ടൊരു ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം. അങ്ങനെ നമ്മൾ ആരു വാലിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ബാക്കിയുള്ള എല്ലാവരും ബേതാബ് വാലീൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബേതാബ് വാലിയിലോട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളവിടെ ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല, കാരണം ടൈം കുറച്ച് എക്സീഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ആരു വാലിയിൽ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഡിലേ ആയി. ഇപ്പോൾ കുറേ ആളുകൾ അവിടെ ബേതാബ് വാലിയിൽ ഓൾറെഡി കയറി അവരവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ ഓൺ ദി വേ ആയ സ്ഥിതിക്ക് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് കാണാം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ പോകുന്നത്. ബേതാബ് വാലിയുടെ ഒരു വ്യൂ ആണ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പം ഇങ്ങനെയായിരിക്കും കാണുക.
പിന്നെ അവർ പറഞ്ഞു ആരു വാലി കണ്ട സ്ഥിതിക്ക് ബേതാബ് വാലിയും പിന്നെ ചന്ദൻവാരി എന്ന് പറയുന്ന വാലിയൊക്കെ അത്രയ്ക്ക് എത്തില്ല. മേജറായിട്ടുള്ള വാലി ആയിരുന്നു ആരു വാലി. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ചൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതാണ് ബേതാബ് വാലിയുടെ എൻട്രൻസ്. നമ്മൾ ജസ്റ്റ് വന്നേ ഉള്ളൂ, നമ്മൾ അകത്തൊന്നും പോയില്ല. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഗ്രൂപ്പിലത്തെ എല്ലാവരും നമ്മൾ ജസ്റ്റ് കുറച്ച് പേരെ കണ്ടു. എന്നിട്ട് എല്ലാവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. കാരണം ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഉള്ള പരിപാടികളൊക്കെ ഒന്ന് കാണിക്കാനുണ്ട്. നമ്മൾ പിന്നെ മൂന്നാമത്തെ വാലിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ലേറ്റായി, ഇരുടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ കണ്ടു കഴിഞ്ഞ് എല്ലാവരും ബസ്സിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. നമ്മൾ ഇതുവരെ ആ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ആ ദിവസം നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അത്രമാത്രമേ ആ ഒരു 3rd ഡേയുടെ വിശേഷം എന്ന് പറയാനായിട്ട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഡേ 4 ആണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന ട്യൂലിപ്പ് ഗാർഡനിലേക്കാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ നേരെ പോകുന്നത് ഗാർഡനിലോട്ടാണ്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. 4 പേർക്ക് 300 റുപ്പീസാണ്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുകയാണ്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗാർഡനിലോട്ടുള്ള ആ ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു സീസൺ ആണെങ്കിലും ട്യൂലിപ്പിൻ്റെ മെയിൻ സീസൺ എന്ന് പറയുന്നത് 3rd വീക്ക് ഓഫ് മാർച്ച് തൊട്ടിട്ട് ഏപ്രിൽ ഒരു എൻഡ് വരെ, ഏപ്രിൽ ഒരു 3rd വീക്ക് വരെയാണ് ട്യൂലിപ്പ് ഉണ്ടാവുക എന്നാണ് നമുക്കറിയാൻ പറ്റിയത്. കാരണം നമ്മൾ ഏപ്രിൽ 20th ആ ഒരു റേഞ്ചൊക്കെയാണ് നമ്മൾ ഈ ട്രാവലിംഗ് തുടങ്ങിയത്. അപ്പം ഇത് ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ ഇന്ന് ചെല്ലുന്നത്. അപ്പോൾ അത് പകുതി ട്യൂലിപ്പ് ഫ്ലവേഴ്സും എന്താ പറയുക വാടിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ലൈഫിൽ ഒരു 1 ടൈം നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ട്യൂലിപ്സ്. കാരണം അത്രയും ഭംഗിയാണ്. കണ്ടോ, ഇതൊക്കെ കുറേയൊക്കെ വാടി വീണ് പോയതാണ്. ഇനിയിപ്പോൾ ഉണ്ടാവണമെങ്കിൽ അടുത്ത കൊല്ലം ആവണം ഈ ട്യൂലിപ്സൊക്കെ നമുക്ക് വീണ്ടും കാണണമെങ്കിൽ. അപ്പോൾ ഞാനൊരു ടൈമിംഗ് ഞാൻ പറയുകയാണ്. നിങ്ങൾ ട്യൂലിപ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ പോവുകയാണെങ്കിൽ നിങ്ങൾ മാർച്ച് 3rd വീക്ക് ടു ഏപ്രിൽ ഒരു 3rd വീക്കിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുള്ള് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ട്യൂലിപ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കിപ്പം അവർ പറഞ്ഞത് ബാക്കി 10% ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വേർത്ത് ദ വിസിറ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കാണാൻ വേണ്ടി പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്ലാനിൽ ഇത് ഈവനിങ് ആ ടൈമിലാണ് നമ്മൾ ട്യൂലിപ്പ് ഗാർഡൻ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മോർണിംഗ് തന്നെ നമ്മൾ വന്നത് കാണുകയാണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തു. നല്ല ഭംഗിയുള്ളതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫുള്ള് ബ്ലൂമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗി ഉണ്ടാവും ഈ ഒരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ട്യൂലിപ്പ് ഗാർഡനിൽ നമ്മൾ ഇറങ്ങി, അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മുഗൾ ഗാർഡനിലേക്കാണ്. ഇവിടെ കാശ്മീരിൽ 6 മുഗൾ ഗാർഡൻസ് ആണുള്ളത്. അപ്പോൾ അതിലുള്ള നിഷാദ് ബാഗ് എന്ന് പറയുന്ന ഒരു ഗാർഡനിലോട്ടാണ് നമ്മളിപ്പം ചെല്ലുന്നത്. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ടെറസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പോയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗാർഡൻ നമ്മുടെ ഡാൽ ലേക്കിൻ്റെ ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 2nd ലാർജസ്റ്റ് മുഗൾ ഗാർഡൻ ഇൻ കാശ്മീർ എന്നാണ് ഈ ഒരു ഗാർഡൻ അറിയപ്പെടുന്നത്. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഓൾ ദീസ് ഗാർഡൻ എന്ന് പറയുകയാണെങ്കിൽ ഏപ്രിൽ ടു ജൂൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ബ്ലൂമായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ സമയം എന്തായാലും ആപ്റ്റായിട്ടുള്ള ഒരു ടൈമാണ്. പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ പോയിരിക്കണം നമ്മുടെ ഈ കോട്ടകളൊക്കെ ഇല്ലേ, കോട്ടയുടെ ഒക്കെ പോലെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പോയിരിക്കണം. അപ്പം ടെറസ് പോലെ നമുക്ക് തോന്നും. നമുക്ക് മേലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം ഗാർഡൻ താഴെ കാണാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു ഗാർഡൻ്റെ. ഈ ഒരു ഗാർഡൻ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രായമുള്ള ആൾക്കാർക്കോ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കോ ഇനീഷ്യലി തന്നെ ആ ഒരു ഏരിയയിൽ നിൽക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ക്ലൈംബ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു ഗാർഡൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുകയാണെങ്കിൽ കാണുന്ന ഡാൽ ലേക്കാണ്. ഇതിൻ്റെ ചുറ്റും ബാക്കിലൊക്കെ മൗണ്ടൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ഗാർഡൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1633 ഈ ഒരു ഗാർഡൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗാർഡനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. മെയിൻലി ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പണ്ട് ഇത് 2 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഗാർഡൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പബ്ലിക് പ്ലഷർ ഗാർഡനും പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ജനാന അല്ലെങ്കിൽ വിമൻ ഗാർഡൻ എന്നാണ് ഈ ഒരു ഗാർഡൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് കംപ്ലീറ്റ്ലി പബ്ലിക് ഗാർഡനായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ടെറസുകൾ ഉള്ളതാണെന്ന്. 12 ടെറസുകൾ ടോട്ടലി ഉണ്ട്. എല്ലാം റിലേറ്റഡ് ടു സോഡിയാക് സൈൻസ് ആണ്.
അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള ചിനാർ ട്രീസും നമുക്ക് ഒരുപാട് ഈ ഒരു ഗാർഡനിൽ സിറ്റുവേറ്റ് ചെയ്തത് കാണാം. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പം ഇതുപോലെ കാശ്മീരി അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് നമുക്ക് വെയർ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനും എല്ലാവരും അവിടെ വന്ന് ഒരുവിധം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും പപ്പയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ പപ്പയും അമ്മയൊക്കെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ജസ്റ്റ് ആ ഒരു ഫണ്ണായിട്ട് എടുത്തിട്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കിയുടെ അമ്മയാണ് പുള്ളിക്കാരും ഇതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഏതൊരു മെമ്മറിയാണല്ലോ നമ്മളിവിടെ കാശ്മീർ വരുമ്പം ആ ഒരു കോസ്റ്റ്യൂം ഇടുക എന്നുള്ളത് ഒരു മെമ്മറിയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അക്കി ആ ഒരു ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ നമ്മൾ ഒരുമിച്ചിട്ടുള്ള കപ്പിൾ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഔട്ട്ഫിറ്റിന് ഫെറാൻ എന്നാണ് പേര് പറയുന്നത്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ്. ഇത് ലേഡീസിനുണ്ട് അതുപോലെ ജെൻസിനുണ്ട്. അപ്പോൾ കപ്പിളായിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് എൻ്റെ പപ്പയും അമ്മയും. അപ്പോൾ അവർ രണ്ടുപേരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇട്ടിട്ടുള്ളത്. അപ്പം ലാസ്റ്റായിട്ട് നമുക്ക് അവർ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഇതെല്ലാം നമ്മൾ തിരിച്ച് അവിടെ തന്നെ കൊടുക്കണം. ജസ്റ്റ് ടൈം നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കാനുള്ള പർപ്പസിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ ഫോട്ടോസിനും എത്ര ഒരു എമൗണ്ടാണ് കേട്ടോ, അതും നിങ്ങൾ ആലോചിച്ചിട്ട് വേണം അതെടുക്കാനായിട്ട്. കാരണം ചിലപ്പം ചില ആളുകൾ നമ്മളെ പറ്റിക്കും. അവിടെ വന്ന കുറേ ആൾക്കാർ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കെഫെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ ഒരു കെഫെ. അപ്പോൾ ആക്കി അവിടെ ചെന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുകയാണ്. അപ്പം ഇത് പപ്പയുടെ ഫ്രണ്ട്സാണ്. അവർ ആ കെഫേയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് നടക്കുമ്പം ഞാൻ ജസ്റ്റ് അവരോട് ഇതുപോലെ സ്ലോ ആയിട്ടൊന്ന് നടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു നൂഡിൽസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ ഒരു ചിനാർ ട്രീസിൻ്റെ അടിയിൽ ഇതുപോലത്തെ ആ ഒരു കെഫേയും ആ ഒരു മരങ്ങളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര റിലാക്സ്ഡ് ഫീലായിരുന്നു. നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് ഡാൽ ലേക്കിലാണ്. അവിടെ നമ്മൾ ഷിക്കാര റൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ബോട്ടിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ബോട്ടിനെ പറയുന്ന പേരാണ് ഷിക്കാര, എല്ലാവർക്കും അറിയായിരിക്കും. ശരിക്കും എല്ലാവരും ഈ ഡാൽ ലേക്കിൽ വന്നിട്ട് ഈ ഷിക്കാര റൈഡ് ചെയ്യുന്നത് നമ്മളെപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് ഷിക്കാര റൈഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ച സമയത്താണ് ഈ ഒരു റൈഡിന് വേണ്ടി ഓപ്റ്റ് ചെയ്തത്. ഇത് മോർണിംഗ് 6 AM ടു ഈവനിങ് 6 PM വരെ ഈ ഒരു റൈഡ് ഉണ്ടാവും. പിന്നെ ബെസ്റ്റ് ടൈം എന്ന് പറയണത് എന്തായാലും നമ്മൾ വന്ന സമയം തന്നെയാണ്. ജൂൺ ടു സെപ്റ്റംബർ മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ ഒരു റൈഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡാൽ ലേക്കാണ് സെക്കൻഡ് ലാർജസ്റ്റ് ലേക്ക് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. എല്ലാവർക്കും കൂടി ഈ ഒരു ബോട്ടിൽ പോകാൻ പറ്റില്ല. 4 പേർക്കാണ് മിനിമം പോകാൻ പറ്റുക, പിന്നെ ആ ഒരു തുഴയുന്ന ഒരാൾക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ഷിക്കാര റൈഡിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ഷിക്കാര റൈഡ് എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുകയാണെങ്കിൽ മോർണിംഗ് 5 AM ടു 7 AM വരെ അത് ഓപ്പൺ ആവുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ എന്താ പറയുക, ഇതേപോലത്തെ ഷിക്കാര റൈഡിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഷോൾസും അതുപോലെ നമുക്ക് ആക്സസറീസ് സോവിനിയേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് ഷോപ്സ് അതിൻ്റെ ആ ഒരു ഔട്ട്സ്കേർട്സിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇന്നത്തെ ഈ ഒരു വരവിൽ നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ നമുക്ക് ഈ ഒരു സംഭവം അറ്റ്ലീസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കണവർ മോർണിംഗ് 5 AM ടു 7 AM ആണ്. അതായത് അവരുടെ മാർക്കറ്റ്സൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മളവിടെ എത്തിപ്പെടണം. താമരയുടെ ഇലകളാണ് ഇതൊക്കെ. പക്ഷെ നല്ല കട്ടിയുണ്ട് താഴെ. നമുക്കങ്ങനെ പറിച്ചാലൊന്നും നമുക്കൊന്നും കിട്ടില്ല. എന്നാലും ചുമ്മാ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ അമ്മയ്ക്കും ഇതുപോലെ ഒരു ആഗ്രഹം. അപ്പോൾ പുള്ളിക്കാരിയും ഇങ്ങനെ ഈ താമരയുടെ ഇലയൊക്കെ ഇങ്ങനെ പറിക്കുകയാണ്. പക്ഷേ ഇതേപോലെ ഭയങ്കര തിക്കാന്നിങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഷിക്കാര ബോട്ട് റൈഡ് ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാറായി. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അക്കിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ വെള്ളത്തിലൊക്കെ കൈയിട്ട് ഇങ്ങനെ കളിക്കണിട്ട് ഭയങ്കര ദേഷ്യം വന്നു. കാരണം പുള്ളിക്കാരന് നല്ലോണം എന്താ പറയുക ആ ഒരു വെള്ളമൊക്കെ ഞാൻ മേത്ത് കുറച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു.
എന്തായാലും ഞാൻ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന ആ ഒരു സ്പോട്ടിലോട്ട് തന്നെ എത്തി. റൈഡൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ എല്ലാവരും ബസ്സിലിരുന്ന് തീരുമാനിച്ചത് നമുക്കിന്ന് കാശ്മീരി ഫുഡ് ട്രൈ ഔട്ട് ചെയ്യാം, അവരുടെ ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് പറ്റിയിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത്. പക്ഷെ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഒരു സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ആ സമയത്തെല്ലാം നല്ല അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെ വയറിനും നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വയറും അപ്സെറ്റായിരുന്നു. ഈ കാണുന്ന ഫുഡാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള കാശ്മീരി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വയറിന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളവിടെ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടുള്ള ഹോട്ടലിൽ പോയി കഴിക്കുക. അതാണ് എൻ്റെ ഒരു സജഷൻ. ലാസ്റ്റായിട്ട് നമ്മൾ ശ്രീനഗറിലെ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ പോവുകയാണ്. ജസ്റ്റ് കുറച്ച് നാട്ടിലോട്ട് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ സോവിനിയേഴ്സ് അങ്ങനത്തെയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ അവിടെ നല്ല ബാർഗെയിൻ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് നല്ല പ്രൈസ് കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഐ നോ ഇറ്റ്സ് എ ലെങ്തി വീഡിയോ, പക്ഷേ എനിക്കിത് വീണ്ടും വേറൊരു പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി തോന്നിയില്ല. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തോന്നി. അപ്പോൾ അതോടെ എല്ലാവർക്കും ഒരു കണ്ടിന്യൂഷൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ നമ്മുടെ റൂമിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഈ ഒരു വീഡിയോ ഇത്രയും നേരം നിങ്ങളിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു പേഷ്യൻസിനും എനിക്ക് തന്നിട്ടുള്ള എൻ്റെ വീഡിയോയ്ക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ടും ഭയങ്കര വലുതാണ്. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങളിരുന്ന് കണ്ടതിൽ. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുട്ടേജസ് ഒക്കെ എടുത്തത് വെറുതെ ആയിപ്പോവും. ഇതാവുമ്പം യൂട്യൂബിൽ എന്തായാലും ഒരു മെമ്മറി ആയിട്ട് എപ്പോഴും കിടക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയത്, പിന്നെ ആരെങ്കിലും ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു റെഫറൻസ് ആയിട്ടും എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറേ വൈകിപ്പോയി ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും 2024 എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിട്ട് എന്നും കീപ്പ് ചെയ്യാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ട്രിപ്പ്. അതുകൊണ്ട് ഈ ട്രിപ്പിൽ വന്നുള്ള എല്ലാവർക്കും ഒന്നും കൂടി ഒരു റീവിസിറ്റ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.